പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് പ്രതിപാദിക്കുന്ന ദിനം നാളെ 2026 ഏപ്രിൽ മാസം 27-ാം തീയതിയാണ്. 1201 മേടമാസം 14-ാം തീയതിയാണ്. നാളത്തെ ദിനം സോമവാരം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ഒരു ശുഭദിനമാണ്. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയാറുണ്ട്. കാരണം ശുഭ ദിനമാണ്, ശുഭഗ്രഹമാണ് ചന്ദ്രൻ. ജ്യോതിഷത്തിൽ ശുഭഗ്രഹങ്ങൾ ചന്ദ്രൻ, ബുധൻ, വ്യാഴം, ശുക്രൻ. അതിൽ ചന്ദ്രൻ അമാവാസിയിൽ വരുമ്പോൾ ചന്ദ്രൻ വളരെ ദുർബലമായി വരും, അതിൻ്റെ ഗുണം കുറയും. അപ്രകാരം ബുധൻ പാപഗ്രഹങ്ങളോടുകൂടെ മൗഢ്യത്തോടുകൂടി നിൽക്കുകയാണെങ്കിൽ ബുധനും പാപിയായി തീരും. വ്യാഴവും ശുക്രൻ എപ്പോഴും ശുഭഗ്രഹങ്ങളിൽ ബലവാന്മാരായി നിൽക്കുന്നു. ബാക്കി പാപഗ്രഹങ്ങൾ ആദിത്യൻ, ചൊവ്വ, ശനി, രാഹു, കേതു 5 ഗ്രഹങ്ങൾ. ആഗ്നേയാൻ പഞ്ചവിദ്ധിത്വം 5 ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളാണ്. ഏതായാലും നാളെ തിങ്കളാഴ്ച നിങ്ങൾക്കറിയാം രാഹുകാലം കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയം. നാളത്തെ സൂര്യോദയം 6:12 അസ്തമയം വൈകിട്ട് 6:32 തൃശ്ശൂരിൽ. നാളത്തെ തിഥി വെളുത്ത പക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. തിഥി വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും കൃഷ്ണനുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കും. അതിനാൽ കൃഷ്ണക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാടുകൾ, ഏകാദശി തിഥിക്ക് ചെയ്യുന്ന വഴിപാടുകൾ വളരെ ഗുണകരമായി തീരും. ചെറിയ കുട്ടികളെ പേരിൽ വെണ്ണ നിവേദ്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ, പഠനത്തിന് വെണ്ണ നിവേദിച്ചത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാകും. നാളത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം ഒരു ശുഭ നക്ഷത്രമാണോ? ഞാൻ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. പൂരം മുപ്പൂരത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. പൂരം, പൂരാടം, പുരൂരുട്ടാതി ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കില്ല. അപ്രകാരം മറ്റ് 4 നക്ഷത്രങ്ങളും കൂടെ ഉണ്ട്. യമരുദ്രാഹി, മുപ്പൂരം, തൃക്കേട്ട. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, തൃക്കേട്ട, പൂരം, പൂരാടം, പുരൂരുട്ടാതി ഈ 7 നക്ഷത്രങ്ങൾ. വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ വരാ. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണ്. അപ്രകാരം വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. പൂരം നക്ഷത്രത്തിനെ ഭരിക്കുന്ന ഗ്രഹം ശുക്രനാണ്. ഭരണി, പൂരം, പൂരാടം. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ തിങ്കളാഴ്ചയാണ്, ദേവിയുടെ ദിനമാണ്. അതിനാൽ ഭർത്തൃശ്രേയസ്സിനായി സോമവാരവ്രതം എടുക്കാം. അപ്രകാരം തന്നെ വിവാഹം കഴിയാത്ത യുവതി യുവാക്കൾക്ക് നാളെ സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ പെട്ടെന്ന് നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അതിനാൽ നിങ്ങൾ വിലപ്പെട്ട സമയം ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ദേവിക്ക് മേൽപ്പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യുക. നാളെ മുഹൂർത്തം തരുന്നതിൽ അർത്ഥമില്ല. എങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ 8:15 മുതൽ 9 മണി വരെയുള്ള സമയം അനുകൂലമായി സ്വീകരിക്കാം. യാത്രക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട സമയം 1:45 മുതൽ 2:15 വരെയുള്ള സമയമാണ്. ഈ 2 സമയവും ഒരു നിർവാഹവും ഇല്ലെങ്കിൽ ശുഭകാര്യങ്ങൾക്കായി നിങ്ങൾക്ക് സമയം കണ്ടെത്താം. ഒഴിച്ചുകൂടാത്ത കാര്യങ്ങൾക്കായി നല്ലൊരു ശുഭമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.